അപ്പോഴേ നമുക്കിന്ന് 2 മുതലിനെ കിട്ടിയിട്ടുണ്ടോ. തിരണ്ടിയാണ്. അപ്പോൾ വലക്കാരുടെ തിരണ്ടി വന്നിട്ടാ, ഫ്രഷായിരുന്നു. വാ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു നമ്മൾ ചെമ്മീനൊക്കെ കൊടുക്കുന്ന സ്ഥലത്തു നിന്നാണ് മേടിച്ചത് കേട്ടാ. അപ്പോൾ ഇത്തിരി ലാഭത്തിൽ കിട്ടി. 200 രൂപയ്ക്ക് ഇത് രണ്ടും കൂടി കിട്ടി കേട്ടോ. 1 കിലോന് അധികം ഉണ്ടായി. എനിക്ക് തോന്നുന്നു 1,300 ആണ്ട് ഉണ്ടായിട്ടാ. അപ്പോൾ ഫ്രഷ് തിരണ്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത്തിരി പൊളിയിട്ട് പറ്റിക്കണം, പിന്നെ 2-3 കഷ്ണം വറുക്കണം. അപ്പോൾ ഇത് 2 ടൈപ്പ് കറി വെക്കാം. തേങ്ങ വറുത്തരച്ച് വെക്കാം, അല്ലാതെ പൊടികളെല്ലാം ഓട് കാച്ചി പൊടിച്ച് വെക്കണ ഒരു കറിയുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. പൊടികളെല്ലാം ഓട് കാച്ചി റെഡിയാക്കി കുടംപുളി ഇട്ട് വെക്കണ ഒരു കറിയാണ്. അപ്പോൾ തേങ്ങ നമുക്ക് അവോയ്ഡ് ചെയ്യാം. തേങ്ങ വറുത്തരച്ച് വെക്കണത് അത്ര നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല തേങ്ങ വറുത്തത്. അതുകൊണ്ട് ഞാനത് കഴിയുന്നത് ഒഴിവാക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ആ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ കറിയും വെക്കാം. അപ്പോൾ ഇത്തിരി മല്ലിപ്പൊടിയൊക്കെ ഇത്തിരി അധികം എടുത്താൽ മതി കേട്ടോ. കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇത്തിരി അധികം എടുത്താൽ നല്ല കൊഴുപ്പിൽ കറി റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇത്തിരി വറുത്താൽ അടിപൊളിയാണ്. എൻ്റെ മോൻ വറുത്തത് മാത്രമേ കൂട്ടുള്ളൂ കേട്ടോ. ഈ സാധനം കറി കൂട്ടാറില്ല. അപ്പോൾ വറുക്കണം, പിന്നെ കറി വെക്കണം. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി.